എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മധുരമുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്നോ, റവ വച്ചിട്ട് റവ ലഡു ആണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൽ അത്യാവശ്യം റവയും പഞ്ചസാരയൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം ഉപയോഗിച്ചിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ കിച്ചണിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നോക്കാം, വരും. ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇതിവിടെ ഞാനൊരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നോക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതില് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അതിലൊന്ന് പതുക്കെ ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ചുമക്കൊന്നും വറുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങയുടെ നിറം ഒന്നും മാറണ്ട, ചെറുതായിട്ട് ആ നെയ്യിലൊന്ന് പതുക്കെ ചൂടാക്കി എടുത്താൽ മതി. ഇത്രയും ചൂടായാൽ മതി. ഇനി നമുക്ക് ഇതിൽ ഒരു പാത്രം. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, സീഡ്ലെസ് മുന്തിരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. കറുത്ത മുന്തിരി കറുത്ത മുന്തിരി നെയ്യിൽ വഴറ്റി മാറ്റി വെച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് റവ നെയ്യില് ഒന്ന് പതുക്കെ ചൂടാക്കി മാറ്റി വെക്കണം. റവ നെയ്യിലേക്ക് ഇട്ടു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ബ്രൗൺ നിറം ഒന്നും ആവണ്ട. ആ നെയ്യിൽ കിടന്നൊന്ന് ചെറുതായി ഒന്ന് ചൂടായി വരണം, അത്ര മാത്രം മതി. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ പഞ്ചസാര പാനി ഉണ്ടാക്കണം. ഈ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. അത് പാനിലേക്ക് ഇട്ടു. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നോക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര നല്ല പോലെ അലിഞ്ഞു വരണം. ഒരു നുള്ളുപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പാനി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഒരു നൂൽ പാകമൊക്കെ ഒന്ന് കുറുകി വരണം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി. ആയിട്ടില്ല, പഞ്ചസാരയുടെ പാവ് റെഡി ആയിട്ടില്ല. കുറച്ചുകൂടി സമയം എടുക്കും. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കും. പഞ്ചസാര പാവ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു അല്പം നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്നുകൂടി ഇളക്കി ഇനി നമ്മുടെ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. റവ ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത് ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഏലക്കായ് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി എന്താന്ന് വെച്ചാൽ ചൂടാറണേന് മുമ്പ് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം.
എന്നിട്ട് നമുക്ക് ചൂടാറുന്നതിന് മുൻപായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല പോലെ മഴ പെയ്യാണ് കേട്ടോ. അതിൻ്റെ ഒരു സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഒന്ന് കുറച്ച് സമയം ഒന്ന് ചൂടാറി വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടാൻ പ്രയാസമായിരിക്കും, കൈ കൊള്ളും. ഓക്കെ, ഇനി നമുക്ക് ഉരുട്ടി നോക്കാം. ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനിവിടെ എല്ലാം റൈറ്റ് ഹാൻഡുമാണ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി. പക്ഷേ വീഡിയോയിൽ വരുമ്പോൾ ഇത് ലെഫ്റ്റ് ഹാൻഡായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിൽ വേണം നമ്മൾ ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ ഇത് ഉരുട്ടിയെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടല്ല, നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് ഉരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഞാനത് എൻ്റെ മുകളിലായിട്ട് നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിരുന്ന ഉണക്കമുന്തിരിയാണ്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ദേ കണ്ടേ, ഇത് വെച്ച് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് എനിക്ക് 14 ലഡുവാണ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ ഒന്ന് അറിയിക്കണം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.